മറിച്ച് സതീശൻ അങ്ങനെയല്ല. പുള്ളിയുടെ ഈ ഒരു താൻപോരിമ ഉള്ളതുകൊണ്ട് പുള്ളി പറഞ്ഞ തെറ്റാണെങ്കിൽ പോലും അത് ശരിയാണെന്ന് കേൾക്കുന്നവർക്ക് തോന്നും. VS-ന് 2001 ഉണ്ടായിരുന്ന ഒരു ഇമേജ് എന്ന് വെച്ചാൽ ഒരു മുരടനായ മാർക്സിസ്റ്റ് നേതാവ്. സതീശൻ അങ്ങനെ കെട്ടിപ്പിടിക്കുക മുമ്പൊക്കെ ചെയ്യില്ല പുള്ളി. കാരണം പുള്ളിക്കറിയാം പുള്ളിയാണ് VD സതീശൻ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരു സ്റ്റിഫ്നെസ് പുള്ളിക്ക്. ഇതിനെ പോലെ ജനകീയമായ ഒരു അംഗീകാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേറെ ചോദ്യമാണ്. ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള അല്ലെങ്കിൽ പുള്ളി ഗംഭീരനാണ് എന്നൊരു തോന്നൽ. ഇപ്പോൾ വീണ ജോർജൊക്കെ ആയിട്ടുള്ള പുള്ളിയുടെ വലിയ ഏറ്റുമുട്ടലുകളുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്നതിൽ VD സതീശനെ എങ്ങനെ? VD സതീശൻ കേരളത്തിലെ അടുത്ത കാലത്തുണ്ടായാലും ഏറ്റവും ഗംഭീരനായ പ്രതിപക്ഷം പാർലമെന്ററി രംഗത്ത്. VS എന്ന് വെച്ചാൽ പാർലമെന്ററി രംഗത്തേക്കാൾ കൂടുതലായിട്ട് ബഹുജന രംഗത്തായിരുന്നു. ബഹുജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുക്കുകയും അവിടെ പോയിട്ട് അത് VS-ൻ്റെ ഒരു മേക്കിംഗ് ഓഫ് VS എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതാവുന്ന സാധനമുണ്ട്. ഈ ഷാജഹാനും മറ്റുമൊക്കെ ചേർന്ന് VS-ന് VS ആക്കിയ ഒരു സംഭവം. VS-ന് 2001 ഉണ്ടായിരുന്ന ഒരു ഇമേജ് എന്ന് വെച്ചാൽ ഒരു മുരടനായ മാർക്സിസ്റ്റ് നേതാവ്, കാർക്കശ്യക്കാരനായ ഒരു വളരെ സെക്ടേറിയനായിട്ടുള്ള ഒരാൾ എന്നുള്ളത്. പാർട്ടി പകലെന്ന് പറഞ്ഞാൽ പകൽ എന്ന് പറയുന്നത് അവിടെ നിന്ന് വലിയ ജനകീയനായ ഒരു VS ആക്കി മാറ്റിയത് ഈ ഇതിന് ശേഷം 2001 മുതൽക്ക് 2006 വരെ, പ്രത്യേകിച്ച് 2004 തൊട്ട് 2006 വരെ, നായനാർ മരിച്ചതിന് ശേഷം. നായനാരുള്ളപ്പോൾ പുള്ളിയാണല്ലോ ഏറ്റവും ജനകീയ. നായനാർ മരിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് വരെയുള്ള സമയത്ത് VS വലിയ ഒരു ബഹുജന നേതാവായിട്ട്, ബഹുജന നേതാവ് വെച്ചാൽ CPM-ൻ്റെ മാത്രമല്ല പൊതുജനങ്ങളുടെ മൊത്തം നേതാവായിട്ട് മാറി. ആ ഒരു സംഗതി, ഒരു മേക്ക് ഓവർ ഉണ്ടായി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ VS-നുള്ള പോലത്തെ ഒരു പാരുഷ്യം പുള്ളിക്കുണ്ട്. സാധാരണ കോൺഗ്രസ്സുകാർക്ക്, ഏത് കോൺഗ്രസ്സുകാരൻ വിവരമില്ലായ്മ കൊണ്ടായിരിക്കും, ഒരു പക്ഷേ ബുദ്ധിശൂന്യതുകൊണ്ടായിരിക്കാം, പക്ഷേ ഏത് കോൺഗ്രസ്സുകാരും വളരെ അപ്രോച്ചബിളാണ്. ഉമ്മൻചാണ്ടി ആണെങ്കിലും ചെന്നിത്തല ആണെങ്കിലും വേണുഗോപാലാണെങ്കിലും ഒക്കെ നമുക്ക് വെറുതെ അങ്ങോട്ട് ചെല്ലാം. അവർ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കെട്ടിപ്പിടിക്കുകയോ മുമ്പൊക്കെ ചെയ്യും. പക്ഷേ സതീശൻ അങ്ങനെ കെട്ടിപ്പിടിക്കുകയോ മുമ്പൊക്കെ ചെയ്യില്ല പുള്ളി. കാരണം പുള്ളിക്കറിയാം പുള്ളിയാണ് VD സതീശൻ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരു സ്റ്റിഫ്നെസ് പുള്ളിക്ക്. അങ്ങനെ അതുകൊണ്ട് പുള്ളിക്ക് അത്ര വലിയ ജനകീയനാവാൻ പറ്റില്ല. ജനകീയനാവണമെന്ന് വെച്ചാൽ ആളുകൾ കെട്ടിപ്പിടിക്കാനോ മുമ്പ് വയ്ക്കാനോ ഒന്നും പുള്ളിക്ക് സാധിക്കില്ല. അത് ഈ ചെന്നിത്തല, ഒന്നാം പിണറായി സർക്കാർ ചെന്നിത്തലയായിരുന്നല്ലോ, അപ്പോൾ ഇവർ രണ്ടുപേരെയും താരതമ്യം ചെയ്യുമ്പോൾ ചെന്നിത്തല സത്യത്തിൽ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു. ഒരുപാട് ജനകീയ വിഷയങ്ങൾ പുള്ളി ഉയർത്തിക്കൊണ്ടു, കറപ്ഷനുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതൊന്നും അത്ര ഫലപ്രദമായിട്ട് പുള്ളിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പുള്ളി യഥാർത്ഥത്തിൽ കറപ്ഷനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധനം, മറ്റേ ഖനനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് വന്നു. അല്ലെങ്കിൽ ഈ ഇതുണ്ടല്ലോ നമ്മുടെ സ്പ്രിംഗ്ലർ ഇടപാട്, ഭയങ്കര അഴിമതിയായിരുന്നു. അത് രമേശ് ചെന്നിത്തല കൃത്യമായിട്ട് ഉന്നയിക്കുകയും ചെയ്തു. പക്ഷെ അത് അദ്ദേഹം ഉന്നയിച്ച സീരിയസ്നെസ് കൂടി ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പിന്നെ മാധ്യമ പിന്തുണ പുള്ളിക്ക് കിട്ടിയില്ല. മീഡിയ സപ്പോർട്ട് വളരെ പ്രധാനമാണ്. ചെന്നിത്തല ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ആരും കണക്കാക്കിയില്ല. അതൊരു പ്രശ്നമാണ്. മറിച്ച് സതീശൻ അങ്ങനെയല്ല. പുള്ളിയുടെ ഈ ഒരു താൻപോരിമ ഉള്ളതുകൊണ്ട് പുള്ളി പറഞ്ഞ തെറ്റാണെങ്കിൽ പോലും അത് ശരിയാണെന്ന് കേൾക്കുന്നവർക്ക് തോന്നും. പണ്ട് തോമസ് ഐസക്കും സതീശനും തമ്മിലൊരു വലിയ സംവാദം ഉണ്ടായവർക്ക്. സംവാദത്തിൽ ഐസക്ക് പറഞ്ഞായിരുന്നു ന്യായം ശരി, പക്ഷെ കേട്ടവർക്ക് തോന്നിയത് സതീശൻ ഐസക്കിനെ ഭിത്തിയിൽ ഒട്ടിച്ചു എന്നാണ്. ശരിയും സത്യമല്ലല്ലോ കാര്യം, കേൾക്കുന്നവർക്കുള്ള തോന്നലല്ലേ. ആധികാരികത പറയുന്ന രീതി വളരെ സീരിയസ് ആണ്. മനസ്സിലായി ആ ഒരു മേൽക്കൈ പുള്ളിക്കും. അപ്പോൾ ഇപ്പോൾ നിയമസഭയിലാണെങ്കിലും സതീശനെ പ്രതിപക്ഷ നേതാവൊക്കെ ആടേക്ക് മുമ്പ് തന്നെ ഇപ്പോൾ ഈ VS മന്ത്രിസഭയിൽ ഒരു മന്ത്രി എന്നോട് പറഞ്ഞു, സ്വകാര്യ സംഭാഷണം കാറിൽ യാത്ര ചെയ്യുമ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ ജയശങ്കറെ ഒരാഴ്ച സമാധാനമുണ്ട്. എന്തു പറ്റി? അല്ല VD സതീശൻ ഫൊക്കാനയ്ക്ക് പോയേക്കായിരുന്നു. മനസ്സിലായി, VD സതീശൻ ഫൊക്കാനയ്ക്ക് പോയതുകൊണ്ട് നിയമസഭാ സമ്മേളനം സ്മൂത്തായിട്ട് നടന്നു. കാരണം ഇവന് പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കില്ല. കാരണം അങ്ങനെ ഒരു പേടി സ്വപ്നമായിരുന്നു പുള്ളി. അങ്ങനെ ഒരു കപ്പാസിറ്റി ഇല്ല. ഈ നിയമസഭയിലെ പ്രതിപക്ഷ നേതൃത്വം എന്ന് വെച്ചാൽ അതൊരു ആലങ്കാരികമായിട്ടുള്ള ഒരു പോസ്റ്റല്ല. അതിൽ മന്ത്രിമാരെക്കാളൊക്കെ ഉത്തരവാദിത്വമുള്ള വളരെ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ കേരളത്തിലെ ഏറ്റവും ഗംഭീരനായ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അച്യുതമേനോൻ തന്നെ എഴുതിയിട്ടുണ്ട്, കേരളം കണ്ട ഏറ്റവും ഗംഭീരനായ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ ആയിരുന്നു. കാരണം നിയമസഭാ ചട്ടങ്ങൾ പഠിക്കുന്നതിലും ഇത് ക്രമപ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിലും പിന്നെ മന്ത്രിമാരെ ചോദ്യങ്ങൾ ചോദിച്ച് ഒരു വഴിക്കാക്കുന്നതിലൊക്കെ അദ്ദേഹത്തിനുള്ളൊരു പ്രാഗൽഭ്യം അനിതര സാധാരണമായിരുന്നു. എന്നിട്ട് അച്യുതൻ ഒരു വായ കൂടി പറയുന്നുണ്ട്, അന്ന് ട്രഷറി ബെഞ്ചിലിരുന്ന് ഞങ്ങളുടെയൊക്കെ അറിവില്ലായ്മയും അല്ല പരിചയക്കുറവും അദ്ദേഹത്തിന് കുറേ കൂടി ഗുണകരമായി ഭാവിച്ചിട്ടുണ്ടാകും എന്ന് പറഞ്ഞ പോലത്തെ ഒരു പ്രതിഭയാണ് സതീശൻ. സതീശനും ഇതേ അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഈ മന്ത്രിമാരൊക്കെ പുതുമുഖങ്ങളാണല്ലോ. നിലാപത്ത് കോഴി അഴിച്ചുവിട്ട പോലെ ഇങ്ങനെ കുറേ ആളുകൾ കൊക്കക്കോന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മറ്റേ സാധനം കുറച്ചുകൂടി നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പൈസക്കായിട്ട് മുട്ട പോലെ അല്ലല്ലോ, ബാലഗോപാലായിട്ട് മുട്ടാൻ. സംഗതി
കപ്പാസിറ്റി കാറ്റഗറി വേറെ അല്ലേ. അങ്ങനെ ഒരു സൗകര്യം കൂടി സതീശന് കിട്ടിയിട്ടുണ്ട്. സതീശൻ ശരി. അപ്പൊ ഈ പ്രതിപക്ഷ നേതാവ് ജനങ്ങളിലേക്ക് എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? അത് വേറെ ചോദ്യമാണ്. അത് വേറെ ചോദ്യമാണ്. അല്ല, ജനങ്ങളിലേക്കല്ല പുള്ളി. അങ്ങനെയല്ല, ഇപ്പൊ നമുക്ക് പൊതുജനത്തിന് തോന്നുമ്പോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇത്ര കരുത്തനാണ് ആ തോന്നലേ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് VS പോലെ ജനകീയമായ ഒരു അംഗീകാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേറെ ചോദ്യമാണ്. ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള അല്ലെങ്കിൽ പുള്ളി ഗംഭീരനാണ് എന്നൊരു തോന്നൽ. ഇപ്പൊ വീണ ജോർജൊക്കെ ആയിട്ടുള്ള പുള്ളിയുടെ വലിയ ഏറ്റുമുട്ടലുകളുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട് ഓരോ കാര്യത്തിലും. ഇപ്പം KPCC-യിലൊരു നേതൃമാറ്റം സണ്ണി ജോസഫ് വന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പം ഈ കെ സുധാകരൻ വന്നപ്പോൾ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷെ അദ്ദേഹം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക്. സുധാകരൻ KPCC പ്രസിഡന്റ് ആകേണ്ടിരുന്ന ആളാണ്. KPCC പ്രസിഡന്റ് ആയി. പക്ഷേ ഈ പുള്ളിയുടെ ഒരു നല്ല കാലം കഴിഞ്ഞതിന് ശേഷമാണ് ആ സ്ഥാനത്തേക്ക് വന്നത്. അതും പ്രധാനമല്ലേ. ഈ പ്രായവും ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഭയങ്കര അപമാനിതനായി ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം അത് പൊതുവെ കെ സുധാകരൻ പോകേണ്ട സമയത്ത് പുള്ളി പോയില്ല. അതുകൊണ്ട് മാത്രമല്ല, ചില തൽപര കക്ഷികൾ പുള്ളിയുടെ ചെവിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓതിക്കൊടുത്ത് പുള്ളിയെ കൊണ്ടെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതിപ്പോൾ KPCC പ്രസിഡന്റുമാർക്ക് പൊതുവേ ഉള്ളൊരു ദുർഗതിയാണ്. അവർ ഒരിക്കലും അങ്ങനെ സന്തോഷത്തോടെ ആയിരിക്കില്ല ആ സ്ഥാനത്ത് നിന്ന് പോവുക. മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും അതിനുമുള്ള ചെന്നാല ബാലകൃഷ്ണപിള്ള സാർ അടക്കമുള്ളവർക്കൊക്കെ ഇതേ ദുർഗതി ഒരേ സമയങ്ങളിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാന്യമായിട്ട് ഒരു അക്കോമഡേഷൻ കിട്ടി പോയതിന് രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രം. ബാക്കി ആ സ്ഥാനത്തിരുന്നവരൊക്കെ കണ്ണീരോട് മാത്രം അവിടെ പോയിട്ടുണ്ട്. സണ്ണി ജോസഫ് വന്നതിന് ശേഷം പ്രത്യേകിച്ച് മേന്മയൊന്നും ഇല്ലെങ്കിലും ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടായി. കാരണം KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു മേൽസ്ഥാനീയനല്ല എന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പം കരുണാകരനും KM ചാണ്ടി എന്ന് പറയുമ്പോൾ കരുണാകരനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. KM ചാണ്ടി കരുണാകരൻ പറയുന്നത് വേറെ രീതിയിൽ പറയുന്ന ജോലി മാത്രമേ അദ്ദേഹത്തിന്. എന്നാൽ ചാണ്ടി സാർ എന്ന രീതിയിൽ എല്ലാവരും പുള്ളി ആദരിക്കുകയും ചെയ്യും. അങ്ങനെ പിന്നെ കമ്മ്യൂണലായിട്ടൊരു കോമ്പിനേഷൻ കൂടി ഉണ്ടല്ലോ അതിനകത്ത്. ഒരാൾ മറ്റേ സമുദായം, അങ്ങനെ ഒരു സംഗതി. അപ്പോൾ സണ്ണി ജോസഫ് വേറെ ഉപദ്രവമൊന്നുള്ള ആളല്ല. ഒരു പ്ലസൻ്റായിട്ടുള്ള ഒരാളാണ്, പ്രസൻറ്റബിളാണ്, ഒരു വക്കീലായിരുന്നു. അതിൻ്റെയൊക്കെ ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ പുള്ളി അങ്ങനെ വലിയ അറിയപ്പെടുന്ന ഒരു പാൻ കേരള ഇമേജുള്ള ആളല്ല. അതൊരു പ്രശ്നമാണ്. CV പത്മരാജൻ KPCC പ്രസിഡന്റ്, കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴൊക്കെ ഇതുപോലെ കാര്യങ്ങൾ PK ആന്റണി, കരുണാകരൻ, അങ്ങനെ. അപ്പോൾ രണ്ടുപേരും ഒരുപോലെ ആവണമെന്നില്ല. പക്ഷെ ഒരാൾ പറഞ്ഞതിന് എതിര് മറ്റേ പറയില്ല. അതാണ് അതിൻ്റെ ഒരു സൗകര്യം. ഉള്ളിൽ ഫൈറ്റ് ഉണ്ടാവരുത്. ഉള്ളിൽ ഫൈറ്റാണ്. സണ്ണി ജോസഫും സതീശനും തമ്മിൽ അങ്ങനെ ഒരു ഫൈറ്റിൻ്റെ സമയം ആയിട്ടില്ല. ഉമ്മൻചാണ്ടി ചെന്നിത്തലയും ആ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. ഉമ്മൻചാണ്ടി പറഞ്ഞത് വേറെ രീതിയിൽ പറഞ്ഞത്. അന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ വാലാണ് ചെന്നിത്തല. ഇദ്ദേഹത്തിൻ്റെ ചില വചനങ്ങളുണ്ടല്ലോ. ഈഴവ സമുദായത്തെ പഞ്ചാര കാണിച്ച് വഞ്ചിച്ചവനാണ് ഉമ്മൻചാണ്ടി. കേരളത്തിൽ ഇപ്പോൾ മെത്രാൻ മുത്തൂറ്റ് മനോരമ ഭരണമാണ്. പുള്ളിയുടെ ചില വചനങ്ങളാണ്. അതിൽ പെട്ട ഒന്നാണ് ഈ ഉമ്മൻചാണ്ടിയുടെ വാലാണ് ചെന്നിത്തല. ഈ AICC ജനറൽ സെക്രട്ടറി ആക്കി KC വേണുഗോപാലിനെ വെച്ചിട്ട് എന്തെങ്കിലും ഗുണം തോന്നിയോ? അല്ല, അത് ഒരു അഖിലേന്ത്യാ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. AICC-യിലെ ഒരു ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളാണ് വേണുഗോപാൽ. പിന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധികൾ ഇതിനേക്കാളൊക്കെ വളരെ രൂക്ഷമായതുകൊണ്ട് അതിപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് ആ രീതിയിൽ ചർച്ച ചെയ്യുന്നതിൽ കഥയില്ല. അത് ഒരു വലിയ ഒരു വിഷയമാണ്.